അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരങ്ങൾ, നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങുകയാണ്, പുതിയൊരു സീരീസ്. നമ്മൾ പുസ്തക പരിചയം എന്നുള്ള പേരിൽ വിജ്ഞാന കുതികളായിട്ടുള്ള, പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഇസ്ലാമിക പരിപ്രേക്ഷത്തിൽ വരുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള പുസ്തകം 3 അടിസ്ഥാനങ്ങൾ, അൽ ഉസൂൽ സലാസ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം പഠിക്കേണ്ടത് എന്നുള്ള വിഷയം ആദ്യം നമുക്ക് സംസാരിക്കാം. കാരണം ഈ വിഷയത്തിൽ വരുന്നത് ഉസൂൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അടിസ്ഥാനം എന്നുള്ളതാണ്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇതിലെ ചർച്ചാ വിഷയം. ഇതിലെ ചർച്ചാ വിഷയം എന്ന് പറയുമ്പോൾ ഈ പുസ്തകം പൂർണ്ണമായിട്ടും ദലീലുകൾ, അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണുള്ളത്. അല്ലാതെ ഷെയ്ഖിൻ്റെതായിട്ടുള്ള സംസാരങ്ങൾ ഇതിൽ വളരെ കുറവാണ്. നമുക്കറിയാം, നമ്മുടെ ഖബർ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചോദിക്കപ്പെടുന്ന, നമുക്കറിയാം, മുൻകർ നക്കീർ മാര് വരും. അത് എന്നിട്ട് ഖബറിൽ വെച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? മർ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് നമുക്ക് എല്ലാവർക്കും, മുസ്ലിമീങ്ങളായിട്ടുള്ള ഇത് കേട്ടു വളർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഉത്തരമാണ് ഇതിൻ്റെ. റബ്ബി അല്ലാ എന്ന് പറയും. പക്ഷെ ഈ ചോദ്യത്തിന് ഇങ്ങനെ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എല്ലാവർക്കും ഉത്തരം നൽകാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നരകക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ അധിക പേരും നരകത്തിൽ പോകാനുള്ള കാരണം അവർ അള്ളാഹുവിനെ അറിയാത്തതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ അവസ്ഥ പറഞ്ഞപ്പോൾ യഹൂദന്മാരെന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ കണക്കാക്കേണ്ട, വമാ ഖദറ അല്ലാഹ ഹഖ്ഖ ഖദ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണ്? അത് അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിയുക, അള്ളാഹുവിന് ഹക്കായിട്ടുള്ളത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന ശില എന്ന് പറയുന്നത്. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലുള്ള സകലതും പൊളിയും. അപ്പം ആ ശില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്യുന്ന സമൂഹം എന്ന് പറയുന്നത് ജാഹിലിയത്തിലുള്ള സമൂഹമാണ്. അവിടെ മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, പല രീതിയിലുള്ള മ്ലേച്ഛ പ്രവർത്തികളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് അവരോട് പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം പറയുന്നത് എന്താണ്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദഅവത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്. ഇത് തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ദഅവത്തും നമുക്ക് കാണാൻ പറ്റുക. പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മദ്യപാനം അല്ലെങ്കിൽ ബാക്കിയുള്ള മ്ലേച്ഛ പ്രവർത്തികളൊക്കെ ഹറാമാക്കി കൊടുക്കുന്നത്. അപ്പം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണ്? അള്ളാഹുവിനെ അറിയുക എന്നുള്ള വിഷയമാണ്. ഈ പുസ്തകം, ഇത് ഷെയ്ഖ് സക്കരിയ സ്വലാഹി റഹിമഹുള്ളയാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്? മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അഹ്ലുസുന്ന ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 50 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് അതിൻ്റെ മത്തിന്, അതായത് അതിൻ്റെ ടെക്സ്റ്റ് മാത്രം വേർഡ് ബൈ വേർഡ് ആശയ വിവർത്തനം നടത്തിയിട്ടുള്ള പുസ്തകമാണ്. മറിച്ച് ഇംഗ്ലീഷിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിശദീകരണം അടക്കമുള്ള, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. ഈ കാലഘട്ടത്തിൽ മരിച്ചു പോയിട്ടുള്ള ഹംബലി ഫുഖഹാക്കളിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉസൂൽ സലാസ എന്ന് പറയുന്ന കിതാബിൻ്റെ വിശദീകരണം കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് ചർച്ചാ വിഷയങ്ങളായിട്ടുള്ളത്. അത് 3ഉം മുസ്ലിമീങ്ങൾ അറിയുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. അത് ഈ കിതാബിൽ പറയുന്നുണ്ട്. എന്താണത്? അള്ളാഹു ആരാണ് എന്നുള്ള അറിവാണ് ഒന്നാമതായിട്ടുള്ളത്. റസൂൽ ആരാണ് എന്നുള്ള അറിവാണ് രണ്ടാമതായിട്ട്. എന്താണ് നമ്മുടെ ദീനുൽ ഇസ്ലാം എന്താണ് എന്നുള്ളതായിട്ടുള്ള അറിവാണ് മൂന്നാമതായിട്ടുള്ളത്. പലർക്കും ഈ വിഷയങ്ങളിൽ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് പല ആളുകളുമായിട്ടുള്ള ഉണ്ടാവുക. പ്രത്യേകിച്ച് അള്ളാഹുവെ കുറിച്ചിട്ട് അവർക്ക് അവരുടേതായ വിശ്വാസം ഉണ്ടാവുക, പ്രവാചകനെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഉണ്ടാവുക. പക്ഷെ അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചു? ഖുർആനും സുന്നത്തും എന്താണ് പഠിപ്പിക്കുന്നത്? ഈ വിശ്വാസത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ പലർക്കും ഇതിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അറിയണമെന്നില്ല. അപ്പം അത്തരക്കാർക്ക് പ്രധാനമായിട്ടും ഈ കിതാബ് നമ്മൾ ഒരു പുസ്തകം വായിച്ച് പഠിക്കേണ്ട പുസ്തകമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, നിങ്ങൾ ദീന് ഇൽമ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളത് പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, അതെങ്ങനെയാണ് റസൂല് ഇൽമ എടുക്കപ്പെടുക? കാരണം നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട കിതാബും എഴുതപ്പെട്ട സുന്നത്തും ഉണ്ടായിരിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഇൽമ എടുക്കപ്പെടുക എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ദീൻ എടുക്കപ്പെടുക എന്നുള്ളത് ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. അപ്പോൾ ഉലമാക്കളിലാണ് യഥാർത്ഥ ഫഹ്മ്, അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ടൊരു പുസ്തകം വായിച്ച് പഠിക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഇതിൻ്റെതായിട്ടുള്ള ദർസുകൾ നമുക്ക് പ്ലേലിസ്റ്റുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട്, അതൊക്കെ നോക്കി പഠിക്കുക. ഒപ്പം തന്നെ ഈ പുസ്തകം വായിക്കുക. ഇത് വായിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം നമ്മളെ റബ്ബിനെക്കുറിച്ചും നമ്മുടെ നബിയെക്കുറിച്ചും നമ്മുടെ ദീനുൽ ഇസ്ലാം എന്താണെന്നുള്ളതും ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അത് പഠിച്ചിട്ടേ ബാക്കിയുള്ള എല്ലാ വലിയ വലിയ ഇൽമുകൾ നമ്മൾ നേടിയിട്ട് കാര്യമുള്ളൂ. ചിലപ്പോൾ നമുക്ക് വലിയ വലിയ ഫിഖ്ഹുകളെ കുറിച്ചിട്ടോ വലിയ വലിയ മസലകളെ കുറിച്ചോ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ റബ്ബ് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട്, അവൻ ഖാലിഖാണെന്ന് പറയുമ്പോൾ എന്താണ് അവൻ്റെ ഖാലിഖ് എന്നുള്ള വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവൻ സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ റാസിഖാണെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം, ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അള്ളാഹു ഇലാഹാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് അള്ളാഹുവിനെ ഇലാഹാക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇലാഹായി കാണണം? വേറെ പലരും പല ഇതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഹക്കുകളുണ്ട്. ആ ഹക്കുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കിതാബ് അതിൽ നല്ലൊരു കാഴ്ച തരുന്ന പുസ്തകമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.